നമസ്കാരം. ഈ രണ്ട് വാക്കുകള് നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ? സ്കിൽ അപ്പ്, സ്കോർ ഹൈ. അതായത് സ്കിൽസ് കൂട്ടുക, നല്ല മാർക്ക് നേടുക. പക്ഷേ ഇവ രണ്ടും തമ്മിൽ ശരിക്കും എന്താണ് ബന്ധം? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത്, അല്ലേ? ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ മനസ്സിൽ ഇങ്ങനെ നിശബ്ദമായി കിടക്കുന്ന ഒരു ചോദ്യമാണ്. ആരും ഇതങ്ങോട്ട് ഉറക്കെ ചോദിക്കാറില്ല, പക്ഷെ എല്ലാവർക്കും ഈ ഒരു ആശങ്കയുണ്ട്. അതെ, ആ ചോദ്യം അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. മാർക്കിനപ്പുറം ശരിക്കും എന്താണ് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത്? നമുക്കതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? നോക്കൂ, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പന്തയം പോലെയാണ്, അല്ലേ? ഡിഗ്രികളിപ്പോ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. അതിനിടയ്ക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നത്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പല ജോലികളും ഇല്ലാതാക്കുന്നു. കൂടെ സ്ട്രെസ്, അതൊരു സ്ഥിരം കൂട്ടുകാരനെ പോലെയായി. ഇതിന്റെ എല്ലാം ഇടയിൽ എവിടെയോ വെച്ച് നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം പതിയെ ഇല്ലാതാവുന്നു. ഇതാണ് ഇന്നത്തെ റിയാലിറ്റി. എന്നിട്ടും നമ്മൾ കുട്ടികളോട് എന്താ പറയുന്നത്? മോനെ അല്ലെങ്കിൽ മോളെ, കുറച്ചുകൂടി നന്നായി പഠിക്കുക, അല്ലേ? പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പറയുന്ന ഉപദേശവും നമ്മളിപ്പോൾ കണ്ട യാഥാർത്ഥ്യവും തമ്മിലൊരു വലിയ ഗ്യാപ്പില്ലേ? അപ്പോൾ ഈ പുതിയ ലോകത്ത് ശരിക്കുള്ള പരീക്ഷ എന്തായിരിക്കും? മാർക്ക് മാത്രമാണോ? അല്ല, ഭാവി നമ്മുടെ കുട്ടികളിൽ നിന്ന് എന്താണ് ശരിക്കും ആവശ്യപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഒരു നിമിഷം ഒന്ന് നിർത്തി ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത് ഓർമ്മയാണ്, അല്ലേ? മെമ്മറി. പക്ഷേ ഭാവി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കഴിവിനെയാണ്, കോമ്പിറ്റൻസിയെ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ കാഴ്ചപ്പാട് മുഴുവനായി മാറാൻ. പ്രത്യേകിച്ചും എഐയുടെ ഈ ഒരു കാലഘട്ടത്തിൽ പുസ്തകത്തിൽ നിന്നുള്ള അറിവ് മാത്രം പോരാ. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? മറ്റൊരു കോഴ്സ് പഠിക്കുന്നതാണോ? അല്ല, പരിഹാരം നമുക്കെല്ലാവർക്കും ഉള്ള ഒന്നിനെ, നമ്മൾ പക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ഒന്നിനെ ട്രെയിൻ ചെയ്യുന്നതിലാണ്. നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം. അതിനെങ്ങനെ പരിശീലിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഈ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ? അത് വെറും അറിവ് മാത്രമല്ല. നിങ്ങളുടെ അറിവും അതോടൊപ്പം നിങ്ങളുടെ കഴിവും നിങ്ങളുടെ മനോഭാവവും ഇതെല്ലാം കൂടി ചേരുന്ന ഒന്നാണ്. ഇതിന്റെ എല്ലാം ഫൗണ്ടേഷൻ എന്താണെന്നോ? നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബോഡി, പിന്നെ നമ്മുടെ ബിഹേവിയർ. അതായത് തലച്ചോറ്, ശരീരം, പെരുമാറ്റം. ഇവ മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ കഴിവ് പുറത്തുവരുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഇത് കൂടുതൽ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കാനുള്ളൊരു വഴിയല്ല, അല്ലേയല്ല. മറിച്ച് പഠിക്കുന്ന ആ ആളെ, ആ ഹ്യൂമൻ സിസ്റ്റത്തെ തന്നെ കൂടുതൽ സ്മാർട്ടാക്കുന്നതിനെക്കുറിച്ചാണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ പോലും ചിലപ്പോൾ പിന്നോട്ടു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? അത് ആ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ല. ചിലപ്പോൾ തലച്ചോർ ഓവർലോഡഡ് ആകും, ശരീരം തളർന്നു പോകും, പെരുമാറ്റത്തിലൊരു സ്ഥിരതയില്ലാതെ വരും, വികാരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ പ്രശ്നം കുട്ടിക്കല്ല, ആ സിസ്റ്റത്തിന് മൊത്തത്തിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കഴിവിനെ നമുക്ക് എങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്തെടുക്കാം? അതിനൊരു വ്യക്തമായ ബ്ലൂ പ്രിന്റുണ്ട്, വളരെ ലളിതമായ ഒരു രീതി. ഇതിന് നമുക്ക് സിമ്പിളായിട്ടൊരു വണ്ടി പോലെ കാണാം. സ്റ്റെപ്പ് 1, കോമ്പറ്റൻസി ഫ്രെയിംവർക്ക്. അതായത് അറിവ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്. ഇത് നമ്മുടെ വണ്ടിയുടെ ഡെസ്റ്റിനേഷനാണ്, നമുക്ക് എവിടെ എത്തണമെന്നുള്ളത്. ഇനി സ്റ്റെപ്പ് 2, ഹ്യൂമൻ പെർഫോമൻസ് സിസ്റ്റം. അതായത് ബ്രെയിൻ, ബോഡി, ബിഹേവിയർ. ഇതാണ് ആ വണ്ടിയുടെ എഞ്ചിൻ. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എഞ്ചിൻ നല്ല കണ്ടീഷനിലായിരിക്കണമല്ലേ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എവിടെ നിന്നോ കോപ്പിയടിച്ച ഒരു വിദേശ മോഡലല്ല, നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. ബോർഡ് എക്സാമിന്റെ പ്രഷർ, കോമ്പറ്റീറ്റീവ് എക്സാംസ്, പിന്നെ നമ്മുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു കുട്ടിയെ ആ ഒരു നിരന്തരമായ പ്രഷറിൽ നിന്ന് ശരിയായ തയ്യാറെടുപ്പിലേക്ക്, ഒരു കോൺഫിഡൻസ് ഉള്ള തയ്യാറെടുപ്പിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഈ മാറ്റം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മണിക്കൂറുകളോളം പഠിച്ചിട്ടും തലയിൽ ഒന്നും കയറാത്ത അവസ്ഥയിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് സ്മാർട്ടായി പഠിക്കുന്നൊരവസ്ഥയിലേക്ക്. പരീക്ഷയ്ക്ക് മുൻപുള്ള ആ വെപ്രാളവും പേടിയുമില്ലേ, അതിൽ നിന്ന് ഏത് പ്രഷറിലും കൂളായി ചിന്തിക്കാനുള്ളൊരു കഴിവിലേക്ക്. പേടികൊണ്ട് പഠിക്കുന്നതിന് പകരം സ്വന്തമായൊരു അച്ചടക്കമുണ്ടാകുന്നതിലേക്ക്. ചുറ്റുമുള്ള ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നല്ല ഉറച്ചൊരു ആത്മവിശ്വാസത്തിലേക്ക്. ഇതാണ് ആ ട്രാൻസ്ഫർമേഷൻ. അതെ, ഇത് പ്രഷറല്ല, ഇത് പ്രിപ്പറേഷനാണ്. യഥാർത്ഥ തയ്യാറെടുപ്പ്. പേടിപ്പിക്കുന്നതിനു പകരം കുട്ടികളെ ശക്തരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പക്ഷെ ഓർക്കുക, ഈ മാറ്റം വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇതിന്റെ ഗുണം ജീവിതകാലം മുഴുവനുണ്ടാകും.
അതെങ്ങനെയാണെന്നും നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണമെന്നും നമുക്ക് നോക്കാം. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന കഴിവുകൾ പരീക്ഷാ ഹാളിൽ തീരുന്നില്ല. അത് സ്കൂൾ കാലം മുതൽ കോളേജ്, പിന്നെ ജോലി, നമ്മുടെ ജീവിതം മുഴുവൻ ഈ ഓരോ ഘട്ടത്തിലും ഇതൊരു വലിയ സപ്പോർട്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു പേടിയുണ്ട്, AI വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. ശരിയാണ്, വെറുതെ ആവർത്തിക്കുന്ന ജോലികൾ, കാണാതെ പഠിക്കുന്നത്, മെക്കാനിക്കലായ ചിന്തകൾ, ഇതിനെയൊക്കെ AI റീപ്ലേസ് ചെയ്യും. പക്ഷെ AIക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ, ഡിസിപ്ലിൻ, പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവ്, ഇതൊന്നും AIക്ക് തരാൻ പറ്റില്ല. ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത് AIക്ക് തൊടാൻ പോലും പറ്റാത്ത ഈ മനുഷ്യ കഴിവുകളെ വളർത്താനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം എപ്പോഴും ഓർമ്മിക്കാം. ഭാവി നമ്മുടെ കുട്ടികളോട് ചോദിക്കാൻ പോകുന്നത് നിനക്ക് എത്ര മാർക്ക് കിട്ടി എന്നായിരിക്കില്ല. പകരം ചോദിക്കുന്നത് ഇതായിരിക്കും: നിനക്ക് എന്ത് കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റും, നിനക്ക് സ്വന്തമായി എന്തുണ്ടാക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വെൽനെസ് ഫോർ ലൈഫ് അക്കാഡമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ഒന്നോർക്കുക, നമ്മുടെയൊക്കെ മനസ്സുകൾ കണ്ടുമുട്ടുമ്പോഴാണ് പുതിയ അർത്ഥങ്ങളുണ്ടാകുന്നതും വളർച്ച പരസ്പരമാകുന്നതും. നന്ദി.